ടേസ്റ്റ് ഉണ്ടല്ലേ. എനിക്ക് വേണ്ട, ഭയങ്കര തണുപ്പാണ് ഇത്. അല്ല എനിക്ക് വേണ്ട. പോട്ടോ എനിക്ക് കൊടുത്തളാം. പോണ് വേണ്ട, എപ്പൊ കൊഴിഞ്ഞാടോ ഇതെന്താ? അങ്ങടാ മതി. ഇക്കടൊക്കെ കൊക്കോട കൊക്കോട പൊക്കോടല്ലേ? പൊക്കോട. നമുക്ക് വേറെ പണിയൊന്നും ഇത് എണ്ണക്കടി ഇങ്ങനെ കൊണ്ടിങ്ങനെ കൊണ്ടെന്നാ ഞാൻ തിന്നും. ഇങ്ങോട്ടൊക്കെ പൊക്കോട പഴംപൊരി. ഇങ്ങനെ വലിയ പഴംപൊരി അല്ലേ? എവിടെ നോട്ടി റോട്ടമ്പലി അവിടെ എന്താ തന്നോ ഇനിയെന്താ? സമൂസ നമുക്ക് ചായ അമ്മ ചായ ഉണ്ടാക്കി പോയി കുറച്ച് ഇത് ചൂടാറും. അപ്പൊ ഇതിന് ചായ ഉണ്ടാക്കാം അമ്മ. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ തിന്നല്ലേ, എന്നാലും ചൂടാറ് ഉണ്ടാക്കി ഉണ്ടാക്കാം. ഇതെന്താ തുണിയോ? ഇതെന്തടി ഇതായിരിക്കാം. ഞങ്ങള് ഞങ്ങൾക്ക് ഓരോ എത്രണ്ണാണ്? 1 2 3 4 നിക്കട്ടോ നിക്കേ 5 6 അത് മതിക്കട്ടോ നല്ലത്. 7 എന്റെ ഭഗവാനെ 8 ഇതൊക്കെ കണക്കാരും കൊണ്ടുവന്നേ. പറ ആർക്കൊക്കെയാണ് പറഞ്ഞാ മതി. ഇക്കേതാ പറയാ? അതിക്കാണ്, ഇതൊക്കെയാണ്, ഇതിക്കാണ്, ഇതിക്കാണ്, ഇതിക്കാണ്. ഇതില് ഒന്ന് എന്താ? എനിക്ക് പച്ച വേണ്ട. ഇത് നല്ലത്. ഇതും വേണ്ട. പിന്നെ കാപ്പി ഏതെങ്കിലും ആ നീലക്കോ നല്ല രസമുണ്ട്. നോക്കട്ടെ നോക്കട്ടെ, അതിന്റെ അടിയിലുണ്ട് നീല. അത് നല്ല രസമുണ്ട്. നോക്കട്ടെ, ഇതിക്ക് നല്ല മേച്ചല്ലേ അല്ലമ്മ? നിങ്ങൾക്ക് ആർക്കും ആണെങ്കിൽ പുറത്തല്ല എനിക്കാണ് 2 ടൗസറാണ് ഇവിടെ മനസ്സിന് കൊടുക്കാൻ ഇവിടെ ബാക്കിയുള്ളവർക്ക് മാക്സ് ഇല്ല. അപ്പൊ ഓളെ ബാക്കിയാണ് ഇട്ടത്. അമ്മയ്ക്കുണ്ട്, ഇക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇക്കില്ല കേട്ടോ. തിന്നാനൊക്കെ കൊണ്ടുവരാക്കെ മതി. അനിയത്തി വന്നപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ വിഷുവിന്. കൈനീട്ടല്ല, അപ്പൊ മാക്സ് നീട്ടൊക്കെ കൈനീട്ടൊക്കെ ഓള അന്ന് വന്നപ്പോ തന്നത്. 2ാമത്തെ വരവാണ്. ഓള് വന്നിട്ട് പോയിട്ടില്ല. ഞാൻ പോയി ആകെ 5 ദിവസം ആവുള്ളൂ. ഞാൻ വന്നിട്ട് 5 ദിവസമായി തുടങ്ങിയില്ലേ? 2ാമത് പിന്നെ വന്നില്ലേ? വിഷുവിന്റെ അന്ന് പിന്നെ 2ാമത് പിന്നെ വന്നില്ലേ? അപ്പോൾ വിളക്ക് കൊളുത്താനൊക്കെ അയക്കണം. അപ്പോൾ ഞങ്ങൾ മേല് കഴുകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള തോട്ടിലോട്ട് പോവാണ് കേട്ടോ. ഉറങ്ങി നീച്ചിട്ടതാ ആകെ പ്രാന്ത. പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ ഞങ്ങളെ തോട്ടിക്ക്. വാഴ സിനിമയിൽ അഭിനയിച്ച 2 മൂന്നിലാണ്. മേഡം നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാഴയില്? വാഴ അടിപൊളി അടിപൊളി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ തോട്ടത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വിഷുവിന് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെയും ഞങ്ങൾ തോട്ടിലോട്ട് വന്നു. അപ്പോൾ ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചീൻ്റെ മോനുണ്ട്, ഏട്ടൻ്റെ മോളുണ്ട്. അയിമ കയറി അയിമന്ന് കൊഞ്ഞാടെ നിൽക്കണ്ട ദീപ്തിയെ. ഓളൊക്കെ വെള്ളം കണ്ടിട്ടുണ്ട്. ആകെ വെള്ളം കാണാത്തോടത്തുനിന്ന് വരുന്ന മാതിരിയാണ് കാട്ടിക്കൂട്ടണത്. അവിടെ തോടില്ല. ഞങ്ങളെ ഈ തോട് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയാ, വേനലായ കാരണം കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയപ്പോൾ വെള്ളം ആകെ കലങ്ങി. അപ്പോൾ ഓരോരുത്തർക്ക് നിന്ന് കുളിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതാ കുറച്ച് നേരം അങ്ങോട്ട് കരയത്ത് കയറി നിൽക്കുക കേട്ടോ.
ഞാൻ കാരാട്ടല്ലേ ഞാൻ കാണിച്ചു തരാം. ഇങ്ങക്കൊന്നും വായിക്കൂല മാറടോ. നീ മാറ്. എങ്ങനെ അറിയാം? ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ നടക്കൂട്ടോ. ഞങ്ങൾ ആരും പൊന്തിക്കാൻ വരൂലേ? വേണ്ട ഞാൻ നിർത്തി. നിർത്തിയോ? എന്തെങ്ങനെയുണ്ട്? ഇവിടൊക്കെ പണ്ട് വീടുകളുണ്ടായിരുന്നോ? ഒരു വീട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതാ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വീടൊന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കാം നിറച്ച് വീടാണ്. ഇങ്ങനെ തൊടി എന്നതിലൊക്കെ അങ്ങോട്ടൊക്കെ പോവാ. നടക്ക് പശകളൊക്കെ നടക്ക്. പാട്ടെ ഇവിടെയൊക്കെ വീടുകളായി. ഇതിലൊക്കെ വീടുകളായി. ഇതൊക്കെ വീടായി. ശബരിമലയാ? ഓടിയാണ് അത് എന്താ പുത്തിരിപ്പാടം. അതാണ് കുത്തിരിപ്പാടം. പുത്തിരിപ്പാടം അങ്ങനെ നമ്മളെ അമ്പലത്തിന്റെ അതിൽ അങ്ങനെ പോകും. ഇവിടെയൊക്കെ നല്ല രസമല്ലേ കളിക്കാൻ? പോരാ. നിങ്ങള് വിടാഞ്ഞിട്ടല്ലേ ഞങ്ങള് വരാത്ത? നിങ്ങള് വെയിലാണത്. മഴക്കാലത്ത് വന്നാലേ ഈ കാലിട്ട പിന്നെ അതിൻ്റെ ഉള്ളിൽ കിട്ടൂല. കാലിട്ട പൂഞ്ചിൽ അത് ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ അമ്മ ഇപ്പോൾ കണ്ടതിലൊക്കെ അതേമാതിരി അതാ വീടുകളായിട്ടോ. ഇങ്ങനെ തൊടി ഇങ്ങനെ ഇതാ 10 സെൻറ്റ് ആയിട്ട് ഇങ്ങനെ വിറ്റു ഓരോരുത്തർ. ഇപ്പോൾ വീടുകളായി. ഇതിലൊക്കെ വീടുകളായി. കുറ്റി അടിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ ഈ കുറച്ച് സ്ഥലമായിരുന്നു ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് വാഴ വെച്ചിട്ടുണ്ട്. വാഴാത്രി ഇതാ ഇതൊക്കെ വാഴ വെച്ചിട്ടുണ്ട്. അല്ല നോക്ക് നല്ല രസമല്ലേ കാണാന്. ചോദിച്ചാ എന്ത് അത് നമ്മളെ പുത്തിരിപ്പാടം. ഇഞ്ഞു കിടക്കണ പറമ്പല്ലേ. കുറച്ച് കഴിഞ്ഞത് ഇതേമാതിരി ആകെ പിന്നെ കാട് കൂടിയിരിക്കും. വാഴ മഴക്കാലത്തൊക്കെ അപ്പത്തിനൊക്കെ വാഴ അതിന്റെ മുന്നേ തന്നെ അതാവൂലേ. വഴിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കുട്ടി വഴിയല്ല കാണുന്നത്. പറയണ്ടതൊക്കെ അമ്മ കുത്തിക്കാറാൻ നിൽക്കാം. എവിടെ വഴി ആക്കണ അവിടെ വഴിയേ. ഇങ്ങോട്ട് വരണ്ട. ഇത്രയും വലിയ വഴി ഉണ്ടായിട്ടാണ് ദീപ്തി ആ മറ്റേ ആയിക്കൂടെ കമ്പിവേലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പോന്നിട്ട്. ആരാലേ ഇങ്ങനെയൊക്കെ കാട്ടിച്ചിക്കണ്. അവിടെ കുറേ നേരം നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് തോട്ടിലോട്ട് പോന്നു കേട്ടോ. കയറ്. ഞങ്ങളെ നാട്ടിലെ കുരങ്ങനാണ് കേട്ടോ. ഓക്കെ കയറിക്കോളൂ. അമ്മേ എടാ 2 പിന്നെ അടയ്ക്ക കൊണ്ടുപോവാ. ഞമ്മക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്താ സ്ലൈഡാണല്ലോ. അപ്പം അതിലൊക്കെ പോയി പിന്നെ ഞങ്ങളിതാ കുളിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. കുറേ നേരം അതിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തു. ഇനി പോയി കുളിക്കട്ടെ കേട്ടോ മക്കളെ. ഇനി അതിമെന്ന് കൊയിഞ്ഞാണ്ട ദീപ്തിയൊക്കെ കയറിക്കാം ഇപ്പോൾ. അപ്പം അതിലൊക്കെ പോയി വന്നു കേട്ടോ. ഇനി കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് അടുത്തമ്മയൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ്. അപ്പത്തിന് ഇനി അല്പം കുളിച്ചോളി. ഓരോരുത്തർ കുളിച്ചോളി. അവൻ്റെ അടുത്തമ്മ ഞങ്ങൾ ഇറക്കൂല. ഇപ്പം നിങ്ങൾ അപ്പോൾ ഓരോരുത്തരെ കുളിക്കാൻ പറ്റുള്ളൂ. കലങ്ങൂലേ വെള്ളം. നീനുവിൻ്റെ കുളി കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഈ ഒരു തോടിലത് വലിയൊരു ഉപകാരമാണ് കേട്ടോ. എല്ലാവർക്കും കുറച്ച് വെള്ളമുള്ളെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമാവും. എപ്പോഴും ഉണ്ടാവും. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ.
ആ ഇനി കലക്കണ്ട, ഇനി കുറേ ആൾക്കാർ കുളിക്കാരൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. ആ എന്നെ ഏടത്തിമ്മയ്ക്കൊക്കെ ഇതാക്കണ ഇങ്ങനെ കുളിച്ച് ശീലമാണ്. ഞങ്ങൾ എല്ലാ ഇവിടുത്തെ നാട്ടിലത്തെ എല്ലാവർക്കും കേട്ടോ. അപ്പം മോളെ വീട്ടിൽ നിന്നൊന്നും കുളിക്കൂല. ഈ കുളിയൊക്കെ കഴിഞ്ഞപ്പത്തിന് ഒരു വഴിയായി. ആ പിന്നെ മണ്ണ് കൂടെ ഇതാക്കാൻ സാരല്ലേ. കുളിയൊക്കെ കഴിഞ്ഞപ്പത്തിന് ഇരുട്ടായിട്ടോ. കേറണ്ടേ തോട്ടിൽ കുറച്ചേരം കളിച്ചു. പിന്നെ നമ്മള് ഇരുട്ടായി പോവാനായപ്പത്തിന് എവിടെ തോന്നുന്നുണ്ട് വല്ലതും അറിയണക്ക്. മനുഷ്യൻ എന്റെ പിള്ളേ ആരാണ് സന്തോഷം കാല വെച്ചിട്ടുണ്ട്. ചെറിച്ചിങ്ങനെ കാലിങ്ങനെ അരച്ചു അതിന്റെ അടി ദേവു പറഞ്ഞത്. ഇങ്ങനെ മണ്ണിട്ടല്ല അരച്ചത്. ഞങ്ങളടി ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് ഉരയ്ക്കും. ഈശ്വര സമയം നോക്കാം. നേരെ വൈകി കൃഷ്ണ അടി ഞാൻ പൊട്ടി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി മേത്തേക്ക് വെള്ളമാക്കി. കുളിക്കുന്നതിന് മുന്നിട്ട് നിങ്ങൾക്ക് പറ്റൂല, കുളിച്ച് കഴിഞ്ഞിട്ടും പറ്റില്ല. ഇല്ല പിന്നെ മക്കളെ സമയം നോക്കാം. നാളെ തന്നെ കേട്ടോ. നാളെ വരെ നേരം ഉണ്ടെങ്കിൽ വരാം. നാളെ കുറച്ച് നേരത്തെ വരണം. കുളിച്ച് പോകുമ്പോ നമ്മള് കല്ലുമ്പോ അങ്ങനെ വെള്ളം കുറച്ച് പാർന്നിട്ട് വേണം പോകാൻ. മതിയോ? ഞാൻ കല്ലുമ്പോ നമുക്കൊന്നും പറ്റില്ല. അത് കുളിച്ച് തോട്ടിലൊക്കെ കുളിച്ച് ശീലം വേണം. അപ്പളേ അതാ അറിയും. നാക്കണ്ട് കുളിച്ച് നല്ല വൃത്തിയായി വന്നിരിക്കുന്നു. തോരിട്ട് കഴിഞ്ഞതാ വരുന്നു. അയ്യോ കൊഴങ്ങി. മേലുകഴുകലൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴംപൊരി ഉണ്ട്, കൊക്കവട ഉണ്ട്, സമൂസയൊക്കെ ഉണ്ട് കേട്ടോ. അനിയത്തി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ടാറ്റാ ബായ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.